ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള 27 നക്ഷത്രക്കാരുടെ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഭൂമിയിലുള്ളതായ എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായിരിക്കുന്നതായ ത്രൈലോക്യനാഥനായിരിക്കുന്ന സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നതായിട്ടുള്ള ഈ വിഷുവൽ പുണ്യകാലം. 2024 ഏപ്രിൽ മാസം 13-ാം തീയതിക്ക് ശരിയായ മലയാള കൊല്ലവർഷം 1199 ആണ്ട് മീനമാസം 31-ാം തീയതി ശനിയാഴ്ച രാത്രി 8:51 മകീരം നക്ഷത്രം ചതുർത്ഥപാദത്തിലാണ് സൂര്യന് മേടസംക്രമം വരുന്നതും അടുത്ത ദിവസം, അതായത് ഏപ്രിൽ മാസം 14-ാം തീയതി ഞായറാഴ്ച പുലർച്ചെയാണ് വിഷുക്കണി ദർശനവും വിഷുവൽ പുണ്യകാല ആരംഭവും. കഴിഞ്ഞു പോയിട്ടുള്ള ഒരു വർഷക്കാലമായിട്ട് നമ്മളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള സുഖദുഃഖങ്ങളിൽ നിന്ന് പുതിയ ഒരു സന്തോഷത്തിൻ്റേതായിട്ടുള്ള അധ്യായം തുറക്കുന്നതായിട്ടുള്ള ദിവസമാകട്ടെ നമ്മുടെ ഈ വിഷുവൽ പുണ്യകാലം. ഈ ഒരു വർഷം ശ്രേയസ്സും അഭിവൃദ്ധിയും സന്തോഷവും സർവ ഐശ്വര്യങ്ങളും നമ്മളിൽ എല്ലാവർക്കും സർവേശ്വരകാരകനായിട്ടുള്ള ജഗദീശ്വരനിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനിവിടെ പറയുന്നത് മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള 27 നക്ഷത്രക്കാരുടെ വിഷു സംക്രമത്തിൽ വരുന്നതായ ഒരു വർഷക്കാലത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. അതിൽ അശ്വതിയും ഭരണിയും കാർത്തികയുടെ 15 നാഴികയും കൂടിച്ചേരുന്നതായ മേടം രാശിയിൽ ജനിച്ചവർക്ക് ഭാഗ്യാഭിവൃദ്ധികൾ ഉണ്ടാകേണ്ടുന്നതായിട്ടുള്ളൊരു വർഷമാണ്. കൂടാതെ കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വളരെ വളരെ നല്ലതാണ് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഈ ഒരു വർഷക്കാലം. മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട്. ഈ സമയങ്ങളിൽ ബിസിനസ്സിന് പിന്തുണ ലഭിക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ളതായ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുകയും അതുമൂലം മനസ്സന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ജോലി സംബന്ധമായിട്ടൊക്കെ പ്രമോഷനും അതുമൂലം മനസ്സന്തോഷത്തിനുള്ളതായ സാധ്യതയും കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലോ ഭാഗ്യാഭിവൃദ്ധികൾ ഉണ്ടാവുകയും പഠന വിഷയങ്ങളിൽ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ്. ഈ സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. കൂടാതെ ഭൂമി സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും
വാഹന സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും അനുകൂലം ആയിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തെ കാണുന്നുണ്ട്. വിശേഷിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഭാര്യ ഭർത്തൃ സന്താന ഭാവങ്ങളിലുമെല്ലാം ഉയർച്ചയ്ക്കും അതുവഴി മനസ്സുഖത്തിനും സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും, ശിവക്ഷേത്രത്തിലാണെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രത്തെ കൊണ്ട് അർച്ചന ചെയ്യുന്നതും, ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും മേടം രാശിയിലുള്ളവർക്ക് വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. കാർത്തിക നക്ഷത്രം 45 നാഴികയും രോഹിണി നക്ഷത്രവും മകീരം നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ഈ വിഷു സംക്രമത്തിലൂടെ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത് ശ്രദ്ധയോടെ ഈശ്വരാനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്കും ജീവിതത്തിലെ പല വിധത്തിലുള്ളതായ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്ന സമയമാണ്. കുറച്ച് കാലങ്ങളായിട്ട് പല വിധത്തിലുള്ളതായ വിഷമാവസ്ഥകളിലൂടെ കടന്നു പോയിരുന്നതായിട്ടുള്ള ഈ ഇടവം രാശിക്കാർക്ക് 10ാം ഭാവത്തിലാണെങ്കിൽ കണ്ടകശനിയുടേതായിട്ടുള്ള സാന്നിധ്യം കാണുന്നുണ്ടെങ്കിലും ഈ ശനീശ്വരനാണെങ്കിൽ ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിട്ട് തൻ്റെ സർവാഭീഷ്ടസ്ഥാനമായിട്ടുള്ള സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാലും ഈ സമയത്ത് ജന്മരാശിയിലാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തി ഉള്ളതിനാലും ഇടവം രാശിയിൽ ജനിച്ചവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഈ ഒരു വർഷക്കാലത്ത് ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരു വർഷക്കാലത്ത്. പ്രത്യേകിച്ച് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉയർന്ന രീതിയിലുള്ളതായ സ്ഥാനലബ്ധിക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽപരമായിട്ടെല്ലാം ഭാഗ്യാഭിവൃദ്ധികൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഭാര്യ ഭർത്തൃ സന്താന ഭാവങ്ങളിലും കുടുംബജീവിതത്തിലും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ളതായ സന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ധനസംബന്ധമായിട്ടൊക്കെ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ധനച്ചിലവ് ധാരാളം ഉണ്ടാകുന്നതായ സമയമായതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ വിഷുവൽ സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഈ ഒരു വർഷക്കാലത്ത്. അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും വിശേഷിച്ച് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഈ ഒരു വർഷക്കാലത്ത് ഇടവം രാശിക്കാർക്ക് ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. മകീരം നക്ഷത്രം 30 നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ കൂടുതലായിട്ടുള്ള പരിശ്രമവും ഈശ്വരാനുഗ്രഹവും വളരെ നല്ലതാണ്. ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ 12ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നതും സുഖസ്ഥാനമായിട്ടുള്ള 4ാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതിനാലും ഈ സമയത്ത്
കർമ്മസ്ഥാനത്ത് രാഹുവിൻ്റേതായിട്ടുള്ള ആ സാന്നിധ്യമുള്ളതുകൊണ്ട് ചില കാര്യങ്ങളിൽ പ്രതിസന്ധികളും ക്ഷീണാവസ്ഥകളും തടസ്സങ്ങളും വരുവാൻ സാധ്യത കാണുന്നതിനാൽ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നല്ലതുപോലെ ആലോചിച്ച് ക്ഷമാശീലത്തോടു കൂടിയിട്ട് ബുദ്ധിബലത്തോടു കൂടിയിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്ത് ക്ഷമാശീലം കൂടുതലായിട്ടും വേണ്ട ഒരു സമയം കൂടിയാണ്. കർമ്മ മേഖലകളിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൃത്യനിഷ്ഠയോടു കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കർമ്മ മേഖലയെ ബാധിക്കാതെ നോക്കുന്നതും വളരെ നല്ലതാണ്. സാമ്പത്തികപരമായിട്ട് ചിന്തിക്കുമ്പോൾ ധനപരമായിട്ടുള്ളതായ ഏറ്റക്കുറച്ചിലുകൾക്ക് സാധ്യത കാണുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കുന്നതും ഈ സമയത്ത് ഉചിതമായിട്ട് കാണുന്നുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന വിഷയങ്ങളിൽ പ്രതിസന്ധികളും അലസതകളും വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ്. പഠന കാര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും സ്നേഹവും എല്ലാം കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ളൊരു ടെൻഷൻ, അഭിപ്രായ ഭിന്നത വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടൊരു വർഷക്കാലത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ കദളിപ്പഴ സമർപ്പണവും പുരുഷ സൂക്തം അർച്ചന ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ ധാര ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. പുണർദം നക്ഷത്രം 15 നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടിച്ചേരുന്നതായിട്ടുള്ള കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് വളരെയധികം മനോബലത്തോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ്. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ടും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലുമെല്ലാം ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊരു സമയമാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടൊരു വർഷക്കാലം. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലായാലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കായാലും ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഒരുപാട് ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിലാണെങ്കിലോ ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും മംഗളകർമ്മങ്ങൾക്കും ശുഭകർമ്മങ്ങൾക്കും അനുകൂല സമയമായിട്ടും കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്ന സമയമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, 7ാം ഭാവാധിപതിയായിട്ടുള്ള ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി കാണുന്നതിനാൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ആത്മബന്ധമുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അസ്വാരസ്യങ്ങൾ വരാതെ നോക്കണം. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ആരോഗ്യപരമായിട്ടും കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ഈ സമയങ്ങളിൽ ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ഭഗവാനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. മകവും പൂരവും ഉത്രം നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലത്തെ കാണുന്ന സമയമാണ്. ശത്രുനാഥനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിലോ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നതിനാലും ജന്മരാശിയിലേക്കാണെങ്കിൽ ഈ ശനിയുടേതായിട്ടുള്ള ദൃഷ്ടി വരുന്നത് കൊണ്ടും
ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ക്ഷമാശീലത്തോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നത് ഉചിതമായിട്ട് കാണുന്നുണ്ട്. ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കം, ടെൻഷൻ കർമ്മ മേഖലയെ ബാധിക്കാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളും വന്നാൽ പോലും തളർച്ച കൂടാതെ ബുദ്ധിബലത്തെ കൊണ്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് ഉചിതമായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വരാതെ നോക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് വലിയ തരത്തിലുള്ളതായ പണച്ചിലവ് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു വർഷക്കാലത്ത്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും ഈ സമയങ്ങളിൽ പരസ്പരം അസ്വാരസ്യങ്ങൾ വരാതെ നോക്കണം. ഈ സമയത്ത് കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ആത്മബന്ധത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ട് കാണുന്നുണ്ട്. ധനപരമായിട്ടാണെങ്കിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ടെങ്കിലും ചിലവ് വർധനവിന് സാധ്യത കാണുന്നത് കൊണ്ട് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ്ചിലവുകളെ കഴിവതും ഒഴിവാക്കുന്നത് ഉചിതമായിട്ട് കാണുന്നുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ഒരു വർഷം വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിലെ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടാക്ഷരി മന്ത്രത്താൽ അർച്ചന ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. ഉത്രം നക്ഷത്രം 45 നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള കന്നി രാശിയിൽ ജനിച്ചവർക്ക് കുറേ മാസങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്നതായിട്ടുള്ള വിഷമതകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും വളരെയധികം ആശ്വാസം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലം. പരിശ്രമങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എല്ലാം ഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ഭാഗ്യാഭിവൃദ്ധികൾ കിട്ടേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ അംഗീകാരവും അതുവഴി പ്രമോഷനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്കും അതുമൂലം മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലായാലും ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലുമെല്ലാം ഗുണാനുഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിലാണെങ്കിൽ മംഗളകർമ്മങ്ങൾക്കും ശുഭകർമ്മങ്ങൾ ചെയ്യുവാനും അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത്. പൊതുവേ കന്നി രാശിയിൽ ജനിച്ചവർക്ക് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. ചിത്തിര നക്ഷത്രം 30 നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള തുലാം രാശിയിൽ ജനിച്ചവർക്ക് വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത്.
ചില സമയങ്ങളിൽ മനസ്സിനെല്ലാം ക്ഷീണാവസ്ഥകളും ടെൻഷനുമൊക്കെ കാണുമെങ്കിലും നമ്മൾ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെ, അലസത വരാതെ നോക്കുന്നത് ഉചിതമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്ത് ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. വ്യാഴത്തിൻ്റേതായിട്ടുള്ള അഷ്ടമഭാവസ്ഥിതിയും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ 12ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തേക്ക് വരുന്നതിനാൽ അനുകൂലമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൃത്യനിഷ്ഠയോടു കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ കർമ്മ മേഖലയെ ബാധിക്കാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിലും ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടതാണ്. അതുകൊണ്ട് വലിയ തരത്തിലുള്ളതായ പണച്ചിലവ് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് ഈ സമയത്ത് ഉചിതമായിട്ടാണ് കാണുന്നത്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധം വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന കാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ വെക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഈ ഒരു വർഷക്കാലത്ത്. ഈ സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഈശ്വരാനുഗ്രഹവും ശ്രദ്ധയും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ഭഗവാന് കദളിപ്പഴം, താമരമുട്ട്, നെയ്യ് ഇവയെല്ലാം സമർപ്പിച്ച് നല്ലവണ്ണം പ്രാർത്ഥിച്ചു പോരുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. വിശാഖം നക്ഷത്രം 15 നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടിച്ചേരുന്നതായിട്ടുള്ള വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള കുറേ മാസങ്ങളായിട്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും തരണം ചെയ്ത് ഭാവിയെ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത്. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും നേട്ടങ്ങളും ഭൗതികമായിട്ടുള്ള സമൃദ്ധികളും ഉണ്ടാകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. തൊഴിൽ അന്വേഷകർക്കായാലും നിലനിന്നിരുന്നതായിട്ടുള്ള തടസ്സങ്ങൾ കുറേയെല്ലാം മാറുവാനും തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. കുടുംബത്തിലാണെങ്കിലോ ഭാര്യാഭർത്തൃ സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെ വളരെ സന്തോഷത്തിനും ഭാഗ്യാഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന സമയമാണ്. പ്രത്യേകിച്ച് ധനപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ളതായ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. 7ാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ജന്മരാശിയിലേക്കും ലാഭസ്ഥാനത്തേക്കും നോക്കുന്നത് അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന വിഷയങ്ങളിൽ അഭിവൃദ്ധിക്കും മനോബലത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. 4ാം ഭാവത്തിലാണെങ്കിൽ ശനീശ്വരൻ്റേതായിട്ടുള്ള സാന്നിധ്യം കണ്ടകശനിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. മൂലം നക്ഷത്രവും
പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം 15 നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ധനുരാശിയിൽ ജനിച്ചവർക്ക് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിലും കർമ്മരംഗങ്ങളിലും കുടുംബജീവിതത്തിലും എല്ലാം തന്നെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും വിഷമതകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് സാഹസകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത്. ജന്മരാശ്യാധിപനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ 6-ാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിലേക്ക് വരുന്നതും 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് രാഹുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യം കാണുന്നതിനാലും നമ്മൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ക്ഷമാശീലത്തോടു കൂടിയിട്ട് നല്ലവണ്ണം ആലോചിച്ച് ശ്രദ്ധയോടെ ചെയ്യുന്നത് ഈ സമയത്ത് ഉചിതമായിട്ടാണ് കാണുന്നത്. കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലായാലും ഈ സമയങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നതും ഉചിതമായിട്ട് കാണുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമെങ്കിലും ബുദ്ധിപരമായിട്ട് ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവർ ഈ ഒരു കാലഘട്ടത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും പുരുഷ സൂക്തം മന്ത്രത്താൽ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. ഉത്രാടം നക്ഷത്രം 45 നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം 30 നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മകരം രാശിയിൽ ജനിച്ചവർക്ക് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത് വളരെയധികം ശ്രദ്ധയോടും ആത്മവിശ്വാസത്തോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടിയിട്ട് മുന്നോട്ട് പോയാൽ ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള വിഷമതകൾക്കും പ്രയാസങ്ങൾക്കും എല്ലാം സമാധാനം കിട്ടുന്നതായിട്ടൊരു സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും അതുമൂലം മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് തൊഴിൽ അന്വേഷകർക്കായാലും ഈ ഒരു സമയം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിലും മനസ്സന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്ന സമയമാണ്. ഗൃഹത്തിലാണെങ്കിലോ ശുഭകർമ്മങ്ങൾ ചെയ്യുവാനും മംഗളകർമ്മങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഈ ഒരു വർഷക്കാലത്ത്. അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് വഴിപാടുകൾ ചെയ്യുന്നതും പ്രത്യേകിച്ച് നീരാഞ്ജനവും നെയ്വിളക്ക് വയ്ക്കുന്നതും എല്ലാം വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്. അവിട്ടം നക്ഷത്രം 30 നാഴികയും ചതയം നക്ഷത്രവും പൂരോരട്ടാതി നക്ഷത്രം 45 നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്.
പ്രത്യേകിച്ച് ഈ സമയത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ശ്രദ്ധയും ബുദ്ധിബലവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് കുറച്ചൊക്കെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമെങ്കിലും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് ഈ സമയത്തെ മനസ്സിലാക്കിയിട്ട് ചിട്ടയായിട്ടുള്ള ജീവിതാനുഷ്ഠാനങ്ങൾ വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന കാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ട് കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്നതായിട്ടുള്ള ടെൻഷനും ദേഷ്യഭാവത്തിൽ കൂടിയും പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. പോരോരട്ടാതി നക്ഷത്രം 15 നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള മീനം രാശിയിൽ ജനിച്ചവർക്ക് ഈ വിഷു സംക്രമത്തിൽ വരുന്നതായിട്ടുള്ള ഈ ഒരു വർഷക്കാലത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഈശ്വരാനുഗ്രഹത്താലും ചിട്ടയായിട്ടുള്ള ജീവിതാനുഷ്ഠാനങ്ങളും വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ജന്മരാശ്യാധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്നതും ജന്മരാശിയിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതിനാലും 7ര ശനിയുടേതായിട്ടുള്ള ആരംഭം കാണുന്നതിനാൽ നമ്മൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നല്ലതുപോലെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്നതും ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും കൃത്യനിഷ്ഠയോടു കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളും വന്നാലും ബുദ്ധിബലത്തെ കൊണ്ട് ഈശ്വരാനുഗ്രഹത്തെ കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ടാണ് കാണുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് വരവിനേക്കാളും ഉപരി ചിലവ് അധികരിച്ചു കാണുന്നതുകൊണ്ട് ഈ സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ്ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ശിവക്ഷേത്രത്തിലെ ശ്രീരുദ്ര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാനെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു.